ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കൂടത്തൈകൾ എപ്രകാരം ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടത്തൈകളൊക്കെ വാങ്ങാറില്ലേ. അപ്പം ആ കൂടത്തൈകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണ്, നിങ്ങൾക്കും എങ്ങനെ ഉണ്ടാക്കാം, അതിൽ നിന്ന് ഒരു സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനത്തെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. കൂടത്തൈകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാം. നിങ്ങൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാം. നിങ്ങളുടെ സ്വന്തം പറമ്പിൽ ചെയ്യാനുള്ള ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇത്രയും വില കൊടുത്തൊന്നും തൈകൾ വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്ന ആവശ്യമേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലും നല്ല കായ്ക്കുന്ന ഫലങ്ങളുണ്ടെങ്കിൽ അത് ബഡ് ചെയ്താൽ മാത്രം മതി. നമ്മൾ കുരുമുളച്ചുണ്ടാകുന്ന തയ്യൽ ബഡ് ചെയ്താൽ മാത്രം മതി. അപ്പം അതിനെപ്പറ്റിയുള്ളൊരു കുടത്തൈകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഇതൊന്നും ഏറ്റവും പ്രൊഫഷണലായിട്ടോ അതിൻ്റെ ഏറ്റവും സെറ്റപ്പായിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നമ്മുടേതായ രീതിയിലൊരു നാടൻ രീതിയിൽ അങ്ങ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയും ചെയ്യാം എന്നുള്ളതാണ്. ഇതല്ലാതെ പല രീതിയിലും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും ആളുകൾ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ചെറിയ കൂടത്തൈകൾ ഉണ്ടാകാം എന്നൊന്നും വലിയ പാടൊന്നുമില്ല. നമ്മൾ ചെറിയൊരു എഫേർട്ടും സമയവും മാത്രം നമ്മളതിന് ചിലവഴിച്ചാൽ മതി. ഒത്തിരി സമയമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ ഒരു ഹോബി പോലെ നമുക്കതിൽ നിന്ന് റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബോണസ് എന്ന് പറയാം. ചെറിയൊരു സമയവും ചെറിയൊരു പൈസയും നമുക്കതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് നമുക്ക് കാണാം. ഇത് നമ്മുടെ വിയറ്റ്നാം പ്ലാവാണ്. നമ്മുടെ പ്ലാവെ നിറച്ച് ഇപ്പം കായ്കൾ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വൈകാതെ തന്നെ അതിൻ്റെ കായ്ഫലം പറിക്കാൻ പറ്റും. ഇതുണ്ട് ഇവിടെ, നിങ്ങൾക്ക് ചുവട്ടിലോട്ട് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം. ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്, കൂമ്പ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കൂമ്പിൻ്റെ ബാക്കിയാണിത്. ഇതെല്ലാം കൂമ്പ് പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചക്കയായിട്ട് വരും. അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് പിന്നീട് വിശദമായിട്ട് ചെയ്യാം. വിയറ്റ്നാം പ്ലാവിനെക്കുറിച്ച് ചെറിയ ഷോർട്സിനായിട്ടിട്ടുണ്ട്. ഇതിലും വിശദമായ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. നമുക്കിപ്പോൾ കൂടത്തൈകളെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് കാണാം. കൂടത്തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതെന്ന് പറഞ്ഞാൽ വെറും മണ്ണല്ല. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇത് ചാണകപ്പൊടിയാണ്. അതുപോലെ മണൽ, ഇത് കണ്ടോ, ഓരോരോ കല്ലിൻ്റെ കട്ടകൾ ഇതൊക്കെ ഉണ്ട്. അതായത് മണലും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയതാണ് ഈ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് മുകളിൽ നിന്ന് മണൽ ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ്. അപ്പം ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഈ മണലും മണ്ണും കൂടെ ജസ്റ്റ് കളച്ചങ്ങ് ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ, ആവശ്യത്തിന് ചാണകപ്പൊടിയും കൂടെ മിക്സാക്കി ഒരു മിശ്രിതം ഇവിടുന്ന് തന്നെ രൂപപ്പെടുത്തിയെടുത്തത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് മണലും മണ്ണും പ്രത്യേകിച്ച് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം ഇതെല്ലാം കൂടെ ഉള്ള പ്രദേശത്തോട്ട് ഞാൻ ചാണകം മിക്സ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നല്ല ഈ മണൽ മിക്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മണ്ണ് മാത്രമായിട്ട് കിടക്കുവാണ്, മണ്ണും ചാണകപ്പൊടി മാത്രമായിട്ട് കിടക്കുവാണെങ്കിൽ അത് ഭയങ്കര സെറ്റായി പോകും. അതായത് നമ്മൾ ഗ്രോ ബാഗിൽ തൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോരോ ചെറിയ ഇങ്ങോട്ട് നോക്കാം. ഇതുപോലത്തെ ഇത് ഞാൻ നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ നിറച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗുകൾ എന്ന് വെച്ചാൽ ഈ മണ്ണ് മാത്രമായിട്ടാണോ ഇരിക്കുന്നതെങ്കിൽ, നമ്മുടെ ഈ മണ്ണ് മാത്രമായിട്ട് ഇരിക്കുമ്പോൾ ഇത് സെറ്റായി പോകും. അതായത് ഒരുമാതിരി മണ്ണങ്ങ് സെറ്റായിട്ട് അതിനകത്ത് വെള്ളം ശരിക്കും ഇറങ്ങാത്ത പോലെയൊക്കെ ആയിപ്പോവും. നന്നായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ കെട്ടിക്കിടക്കും കുറേ നേരം. അത് താഴോട്ട് ഇറങ്ങി പോലുമില്ല. അപ്പം അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ മണലും കൂടെ കൂട്ടി ഇതിൻ്റെ അകത്ത് നിറയ്ക്കുന്നത്. മണലും കൂടെ കൂട്ടി നിറയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി ഗ്യാപ്പുകൾ, വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം അകത്തോട്ടൊക്കെ വേരുകളിലേക്കൊക്കെ ചെല്ലും പെട്ടെന്ന് തന്നെ. നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അത് അങ്ങോട്ടങ്ങ് ഇറങ്ങും. അതേസമയം മണ്ണ് മാത്രമായിട്ട് ഇരിക്കുന്നെങ്കിൽ സെറ്റായി അത് വെള്ളം ഇറങ്ങാത്തൊരവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഗ്രോ ബാഗ്. 5 ഇഞ്ചിൻ്റെ 5-6 റേഷ്യോയിലുള്ള ഗ്രോ ബാഗുകളാണ്. അതായത് അടിവശത്ത് 5 ഇഞ്ചും മുകളിലോട്ട് 6 ഇഞ്ചും അങ്ങനെ വരുന്ന ഒരു ഗ്രോ ബാഗാണിത്. അപ്പോൾ ഇതുപോലെ നിവർത്തുമ്പോൾ ഇതുണ്ടോ, ഇതിന് സുഷിരങ്ങളുണ്ട്. ഇത് ഓൾറെഡി അടിയിലും സൈഡിലും എല്ലാം സുഷിരങ്ങളായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിൻ്റെ അകത്തോട്ട് നിറച്ചാൽ മതി. ജസ്റ്റ് നമ്മൾ ചുമ്മാ വാരി ഇടുന്നു. അടിയിലൊക്കെ ഇച്ചിരി കല്ലൊക്കെ, വലിയ കല്ല്, 1-2 വലിയ കല്ല് വന്നാലും കുഴപ്പമില്ല. ചെറിയ കല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല, ചെറിയ കല്ല്. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ വലിയ കല്ല് വന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ കുത്തി നിറയ്ക്കണം, ഫില്ലാക്കണം ഇതിൻ്റെ അകത്ത്. അതിനുശേഷം പിന്നെയും ഇടുക, മിക്സാക്കി കുത്തി നിറയ്ക്കുക.
പിന്നെ ഇടുക. അപ്പോൾ നമ്മൾ അവസാനം നിറഞ്ഞു വന്നു കഴിഞ്ഞ് പിന്നെയും നമ്മളിതുപോലെ ഞെക്കി മാക്സിമം ഇതിൻ്റെ അകത്ത് കൊള്ളിച്ചെടുക്കുക. അത് കഴിഞ്ഞ് മുകളിൽ ഇതുപോലെ നിറയ്ക്കുക. ഇച്ചിരി കൂടുതലായിട്ട് അങ്ങ് വെക്കുക. ഇതുപോലെ കൂമ്പാരമായിട്ട് വെച്ചിട്ട് അമർത്തി നല്ല രീതിയിൽ ഫില്ലാക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ മാറ്റി വെക്കാം. ഇങ്ങനെയാണ് കുടത്തൈകളുടെ ആദ്യ ഭാഗം. ഇതിൻ്റെ അകത്ത് നമുക്ക് വിത്ത് ഓൾറെഡി മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വേറെ സ്ഥലത്ത്. ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പോൾ റംബൂട്ടാൻ്റെ വിത്തുകളാണ് മുളപ്പിക്കാൻ വെച്ചേക്കുന്നത്. ഇത് പല വെറൈറ്റി ഉണ്ട്. റംബൂട്ടാനുണ്ട്, പുലാസനും ഉണ്ട്. അതുപോലെ റംബൂട്ടാൻ്റെ തന്നെ NIT വെറൈറ്റി ഉണ്ട്, അതുപോലെ സീസർ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. അപ്പോൾ രണ്ടും ഞാനിപ്പോൾ ഒരു ഡിഷിൻ്റെ അകത്ത് അതുപോലത്തെ മണ്ണ് നിറച്ച്, ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടില്ല, മണ്ണും മണലും കൂടെ കൂട്ടിയുള്ള മിശ്രിതം നിറച്ച് അതിൻ്റെ അകത്ത് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് പതുക്കെ ഓരോന്ന് ഈ കുടത്തൈകളിലേക്ക് പാകണം, കൂടയ്ക്കകത്തേക്ക് പാകണം. മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ഈ കൂടയ്ക്കകത്തേക്ക് നമുക്ക് പാകേണ്ടതുണ്ട്. അപ്പം ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതുകൊണ്ട് ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടി. ഇതിന് എനിക്ക് 240 രൂപയാണ് വന്നത്. 240 രൂപയ്ക്ക് എനിക്ക് 150ഓളം എണ്ണം കിട്ടുന്നുണ്ട്. അപ്പം അത്രയും എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഇത്രയും എണ്ണം നിറയ്ക്കാൻ എനിക്ക് ഏകദേശം 100 എണ്ണത്തെ നിറയ്ക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 26 എണ്ണമായി. അപ്പം ബാക്കിയും കൂടെ സുഖമായിട്ട് നിറച്ചെടുക്കാമെന്നുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ചാണകപ്പൊടിയുടെ ആവശ്യം വരുന്നുള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് കുടത്തൈകൾ നിറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായി. നമുക്ക് സിമ്പിളായിട്ട് വെറുതെ ഇപ്പം എന്തെങ്കിലും ഹോബിയായിട്ട് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യത്തിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ ചെയ്യുന്നവർക്ക്, ഇപ്പം ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഇപ്പോൾ നഴ്സറിക്കാരൊക്കെ ചെയ്യുന്ന ഈ പരിപാടി തന്നെയാണ്. അവർ ചിലപ്പം എല്ലാ രീതിയിലും നമ്മൾ എന്താ പറയുക, ഏറ്റവും ബെറ്ററായിട്ടൊന്നും മണ്ണ് നിറയ്ക്കണമെന്നൊന്നും ഇല്ല. അവർ പണിക്കാരൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലൊക്കെ നിറയ്ക്കും. അവർക്ക് എങ്ങനെയെങ്കിലും സാധനം വിറ്റ് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ആവശ്യത്തിനും കൂടെ ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ നിറയ്ക്കുന്നത്. ബാക്കി നമുക്ക് തൈ നടുന്നതും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. തൈ ഇരിക്കുന്നതൊക്കെ കാണിച്ചു തരാം നിങ്ങളെ. ഇത് നമ്മൾ ഇതൊരു ഡിഷാണ്. അപ്പം റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഡിഷിൻ്റെ അകത്ത് നമ്മൾ മണ്ണും മണലും കൂടെ മിക്സാക്കി നിറച്ച് അതിൻ്റെ അകത്ത് ഈ കുരു പാകി മുളപ്പിച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പം നിങ്ങൾ മോളിൽ നോക്കി ഇങ്ങനെ നോക്കി ഇതുണ്ടോ, ഈ കുരുകളെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള കുരുകളാണ്. ഇത് റംബൂട്ടാൻ്റെ തന്നെ സീസർ വെറൈറ്റിയിലുള്ള റംബൂട്ടാൻ്റെ കുരുവാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നീളത്തിലുള്ള വലിപ്പം ഇത്രയും കൂടെ കുറഞ്ഞ കുരുകളുമാണ്. ഇത് NIT വെറൈറ്റിയിലുള്ള റംബൂട്ടാൻ്റെ കുരുവാണ് കാണുന്നത്. കുരു മുളച്ച് വന്നേക്കുന്നതാണ് കാണുന്നത്. ഇപ്പം രണ്ടും ഇപ്പം ഇതാണ് ആദ്യം മുളച്ച് വന്നേക്കുന്നത്, ഇത് രണ്ടാമതാണ് വന്നേക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം പാകി ഇതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൻ്റെ മുളക് വ്യത്യാസം വന്നേക്കുന്നത്. പിന്നെ ഈ നടുക്ക് കാണുന്ന ഈ പച്ച കാണുന്ന ഇത് പുലാസനാണ്. ഈ കാണുന്ന പുലാസനാണ്. ഈ നടുക്കുള്ള 3 1 2 3 ഈ 3 പുലാസൻ്റെ തൈകളാണ്. ഇത് 2 മുളച്ച് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഞാൻ അതിന് ശേഷം ഇട്ടതാണ്. നമ്മുടെ തന്നെ പുലാസൻ്റെ വിത്താണത്. നമ്മുടെ വീട്ടിലുണ്ടായ പുലാസൻ ഞാൻ കഴിച്ചതിന് തന്നെ ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂടയ്ക്കകത്തോട്ട് മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രോ ബാഗിൻ്റെ അകത്തോട്ട് നമ്മൾ മാറ്റും. അതിന് ശേഷമാണ് നമ്മൾ തൈയാക്കി മാറ്റുന്നത്. അത് കുറച്ചും കൂടെ വളർന്നു വന്നതിന് ശേഷം അതിൽ ബഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഉള്ള തൈകൾ അതേ ക്വാളിറ്റിയിൽ കിട്ടത്തുള്ളൂ. ഇത് കുരു മുളച്ചത് ഇപ്പോൾ സീസർ വെറൈറ്റിയുടെ കുരുവാന്ന് പറഞ്ഞാലും NITയുടെ കുരുവാന്ന് പറഞ്ഞാലും പുലാസിൻ്റെ കുരുവാന്ന് പറഞ്ഞാലും എക്സാക്റ്റ് അതേ ക്വാളിറ്റികൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ബഡ് ചെയ്യുന്നത്. അതിപ്പോഴല്ല, പിന്നീടാണ് അത് ബഡ് ചെയ്യേണ്ടത്. അപ്പം ബഡ് ചെയ്യുന്നതിന് കാരണം അതാണ്. കൂടുതൽ ഈ തൈ വെക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം 2-3 ദിവസമായിട്ട് മഴ പെയ്യുന്നില്ല, അതുകൊണ്ട് മണ്ണൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നനച്ച് കൊടുക്കണം. ഇത് നനച്ച് കൊടുത്ത് അത്യാവശ്യം ഒരു ഇതായി കഴിയുമ്പോൾ പതുക്കെ കുടയ്ക്കകത്തോട്ട് മാറ്റാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മുളപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് എല്ലാം ഇട്ടതാണ്. ഇനി എനിക്ക് കുരു വേറെ ഇരിപ്പുണ്ട്. അപ്പം ഇത് ഓരോ കുടയ്ക്കകത്തോട്ടും മാറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുവും കൂടെ എടുത്തിടും. ഈ കുരു എന്ന് പറഞ്ഞാൽ എല്ലാ കുരുവും നമുക്ക് കിട്ടത്തില്ല. ചില കുരുവൊക്കെ ഇതുണ്ടോ, ചില കുരുവൊന്നും മുളയ്ക്കാതെ പോകുന്നതുണ്ട്, മുളയ്ക്കാതെ പോകുന്ന കേസുകളുണ്ട്. അത് നോക്കണ്ട. നമുക്ക് ഇതുണ്ട്, ഈ കുരുവൊക്കെ മുളച്ചിട്ടില്ല. ഇതുണ്ടോ, ഈ കുരുവൊന്നും മുളച്ചിട്ടില്ല. അപ്പം മുളയ്ക്കാത്ത കുരുകളുണ്ടാവും. അത് നമുക്ക് കുറച്ചൊക്കെ കേട് പറ്റിയൊക്കെ പോവും.
മാക്സിമം അതിനകത്ത് തലത്തൈ ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതായത് ഇതിനകത്ത് ആദ്യം മുളച്ച് നല്ല കരുത്തോടെ വരുന്ന തൈകളാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ അതേ എടുക്കുകയുള്ളൂ. നഴ്സറി ഒക്കെ ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരൊക്കെ പ്രകാരം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആവശ്യത്തിനായിട്ട് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തൈകൾ മാത്രം കൂടയ്ക്കകത്തോട്ട് മാറ്റി അതാണ് നമ്മൾ ബഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അടിസ്ഥാനം നല്ല സ്ട്രോങ് ആയിരിക്കും. അതായത് താഴത്തെ ആ വേരുകൾ നല്ല സ്ട്രോങ് ഉള്ള ഒരു തൈയുടെ ആയിരിക്കും നമ്മുടെ വേരുകൾ വരുന്നത്. എന്തായാലും നമ്മൾ എത്ര ബഡ് ചെയ്താലും നമ്മുടെ വേരുകൾ വരുന്ന ഈ നാടിൻ്റെ തന്നെയായിരിക്കും. അപ്പോൾ ആ വേരുകൾ സ്ട്രോങ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൈകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ തന്നെ ബഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. കൂടെ ഒരുക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഈ തൈകൾ ഞാൻ ഇതുപോലത്തെ ഒരു ഡിഷിൻ്റെ അകത്ത് വെച്ച് തൈകൾ മുളപ്പിച്ചത് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് ഡ്രൈ ആയിരുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാൻ വെച്ചതാണ്. ഇതിന് ശേഷം നമ്മൾ ഈ ഓരോ നമുക്ക് ആവശ്യമായിട്ടുള്ള തൈകൾ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ കാണുന്നത് കൊണ്ട് ഇവിടെ ഞാൻ നിറച്ച കൂടയാണ്. നിറച്ച കൂടയ്ക്കകത്ത് മുകളിലെ കുറച്ച് മണ്ണെടുത്ത് മാറ്റി അതിന് ശേഷം ഈ തൈകൾ വെച്ചിട്ട് ബാക്കി മണ്ണും കൂടെ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ ഞാൻ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് ഞാനിത് കണ്ടോ ഈ മണ്ണ് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇനി ഇതിൻ്റെ അകത്ത് തൈകൾ വെക്കുന്നത്. അപ്പം ഇനിയിപ്പം തൈകൾ നിറയ്ക്കുന്നത് കാണിച്ചു തരാം. അപ്പം ഈ കാണുന്നതിൽ ഇത് റംബുട്ടാൻ്റെ തൈകളുണ്ട്, അതുപോലെ പുലാസിൻ്റെയും തൈകളുണ്ട്. അപ്പോൾ ഞാൻ ഇത് 2 പുലാസിൻ്റെ തൈകൾ, ഇപ്പം 3 പുലാസിൻ്റെ തൈകൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം തീരെ ചെറുതാണ്, ബാക്കി 2 എണ്ണമാണ് ഇപ്പം മുളച്ച് വന്നേക്കുന്നത്. അപ്പോൾ ആ 2 എണ്ണം എടുക്കാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ബാക്കി റംബുട്ടാൻ്റെ തൈകൾ ഇതുണ്ടോ, ഇത് സിമ്പിളായിട്ട് അധികം വേരൊന്നും പോയിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ വേര് പൊട്ടാതെ തന്നെ നമുക്കിത് കിട്ടും. ഇത് കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് ഈ വേരുകൾ പൂർണ്ണമായിട്ടും വേരുകൾ ഉൾപ്പെടെ നമുക്കിത് കിട്ടും. അപ്പം ഇത് ജസ്റ്റ് അങ്ങ് നട്ട് വെച്ചാൽ മതി. ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വെക്കുന്നു. അതിന് ശേഷം നമ്മളിതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചാൽ മതി. മണ്ണ് നിറച്ച് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ പുലാസിൻ്റെ 2 എണ്ണം ഉണ്ട്. അതുപോലെ ജസ്റ്റ് ഇനി മണ്ണ് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ വേര് പൊട്ടത്തില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുണ്ടോ, ഇത്രയും വേരുണ്ട്. സിമ്പിളായിട്ട് നമുക്കിതിങ്ങനെ കിട്ടും. ഇത്രയുണ്ടോ, ഇത്രയും വേര് വരുന്നുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇത് പുലാസനാണ്. ഈ 2 എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ കൂടയ്ക്കകത്തോട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വേര് ഇതിന് ആഴമുള്ളതുകൊണ്ട് അതിനനുസരിച്ച് കുഴിയെടുത്തിട്ട് ആ വേര് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെക്കുക 2ഉം. അതിന് ശേഷം ഇതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ 2 കൂടത്തൈ നമുക്ക് റെഡിയാവും. ഇത് കണ്ടോ, ഞാൻ ഈ കൂടയ്ക്കകത്ത് മണ്ണെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഇത് തൈ വെച്ചതിന് ശേഷം തൈ ആ ഡിഷിൻ്റെ അകത്തുനിന്ന് മാറ്റി ഇതിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം ഇത് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇത് മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണും ചാണകപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മണ്ണും ചാണകപ്പൊടിയും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മിശ്രിതമാണിത്. അതാണ് നമ്മളിപ്പം ഇതിൻ്റെ അകത്തോട്ട് നട്ടേക്കുന്നത്. അത് ആവശ്യത്തിന് അതിനകത്ത് മണ്ണ് വേണമെങ്കിൽ ഇനിയും നിറച്ച് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് മണ്ണുണ്ട്. തൈ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ അകത്തും നമ്മളിങ്ങനെ മണ്ണ് നിറച്ച് കൊടുക്കുന്നു. മുളച്ച് വരാൻ ജസ്റ്റ് ചുമ്മാ മണ്ണിൽ ജസ്റ്റ് നമ്മൾ വെച്ച് നനച്ച് കൊടുത്താൽ മാത്രം മതി. അത് മുളച്ച് വരും. മുളച്ച് വന്നതിന് ശേഷമുള്ള സ്റ്റേജാണിത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും, ഇപ്പം ഞാനൊരു ഡിഷിൻ്റെ അകത്ത് വെച്ചെന്നേ ഉള്ളൂ. അത് ഡിഷിൻ്റെ അകത്ത് തന്നെ വെക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ റംബുട്ടാനൊക്കെ നമ്മൾ അറിയാം, റംബുട്ടാൻ കായ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ജൂലൈ ഈ സമയത്താണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ചുമ്മാ മുറ്റത്തോട്ട് മഴയുള്ള സമയത്താണ് ഇട്ട് വെച്ചാൽ മതി. അത് കുരുമുളച്ച് വരും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. 2-3 ദിവസമൊക്കെ മഴ പെയ്യാതിരുന്നാൽ മാത്രം ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. റംബുട്ടാനായാലും പുലാസനായാലും 2ഉം. അപ്പം അങ്ങനെ മുളച്ച് വന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ കൂടയ്ക്കകത്തോട്ട് മാറ്റിയാലും മതി. ഞാനിത് ഡിഷിൻ്റെ അകത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ കാരണം ഇനിയിപ്പം മഴ അല്ലാത്ത സമയത്ത് നമുക്ക് ഈ മണ്ണ് നിറച്ച് വെക്കുന്നതുകൊണ്ട് മഴയല്ലാത്ത സമയത്തുള്ള വിത്തുകൾ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് 2 കൂടത്തൈ റെഡി ആയിട്ടുണ്ട്. കൂടത്തൈ എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പാകത്തിലുള്ളൊരു തൈ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എന്താ പറയുക, നാടൻ തൈയാണ്. അതായത് ബഡ് ചെയ്യാത്ത നാടൻ ഒരു തൈയാണ്. ഇതിനി കുറച്ചും കൂടെ വലുപ്പമായതിനു ശേഷം ഇതിൽ നമ്മൾ ബഡ് ചെയ്യണം. നല്ല വെറൈറ്റി എടുത്ത് ബഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമുക്ക്
ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഒരു കൂട തൈയായി മാറുന്നത്. ഇത് നമ്മൾ കൂടയ്ക്കകത്ത് നിറച്ച് വെച്ച തൈകളെല്ലാം ഇപ്പം മുളച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഈ ഭാഗത്തിരിക്കുന്നത് സീസർ വെറൈറ്റിയുടെ തൈകളാണ്. അതായത് സീസറിൻ്റെ കുരുമുളച്ചുണ്ടായ തൈകൾ. അത് NIT വെറൈറ്റിയുടെ കുരുമുളച്ചുണ്ടായ തൈകളാണ്. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഈ മുകളിലിരിക്കുന്നുണ്ട്, ഇത് നമ്മുടെ ഡിഷിൻ്റെ അകത്തുള്ള നമ്മുടെ വിത്ത് ഇട്ട് വെച്ചേക്കുന്ന മുളച്ച വരുന്നത്. ഈ 2 എണ്ണം പുലാസനാണ്. ഇത് നമ്മുടെ പുലാസന 2 എണ്ണം ഞാൻ കൂടയ്ക്കകത്ത് മാറ്റി വെച്ചത്. ഈ 2 എണ്ണം പുലാസന. അടുത്ത തട്ട് കയറി വരുന്നുണ്ട്. ഇതേലും അടുത്ത തട്ട് ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന റംബൂട്ടാൻ്റെ വിത്തുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് 5x6 കൂടകളാണ്. 5 ഇഞ്ച് അടിവശത്ത് 5 ഇഞ്ച്, പൊക്കത്തിലോട്ട് 6 ഇഞ്ച് അങ്ങനത്തെ കൂടകളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ വാങ്ങിയത് ഏകദേശം 140 എണ്ണം ആണ് വാങ്ങിയത്. എനിക്ക് 250 രൂപയായിട്ടുള്ളൂ. 250 താഴെ രൂപയായിട്ടുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുണ്ടോ, ഈ നമ്മൾ റംബൂട്ടാൻ കഴിക്കുന്നു, അതിൻ്റെ കുരു ഇടുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് വലിയ ചിലവൊന്നുമില്ല. ഈ പറഞ്ഞ കൂടത്തൈകളുടെ ചിലവ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. പിന്നെ മണ്ണ് നമുക്കിവിടെ ഉള്ളതുകൊണ്ടാണ്. മണ്ണിൻ്റെ സ്പെഷ്യലായിട്ട് മണ്ണ് എടുക്കുന്നവർക്ക് അതിൻ്റെ ചിലവ് വരും. എന്നാലും കുറച്ച് മണ്ണൊക്കെ, ഇത്രയൊക്കെ മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ചാണകം എവിടെന്നെങ്കിലും ഒപ്പിച്ചാൽ മതി. അത് നമുക്കിപ്പം ഇത്രയും ചാണകം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വഴി സൈഡിൽ തന്നെ എവിടെന്നെങ്കിലും കളക്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചാണകമൊക്കെ തരും. അത്രയൊക്കെ മതി നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി. ഇതുണ്ടോ, അപ്പം നമ്മളിപ്പോൾ ഇത്രയും കൂടത്തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരുപാട് എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല. ചെറിയ രീതിയിലുള്ള എഫേർട്ടുകൾ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ കൂടത്തൈകളിലൊക്കെ മേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പം ഇത് നോക്കി, നമ്മുടെ തൈകൾ എല്ലാം ഇതൊക്കെ കണ്ടില്ലേ. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതും പോയതൊക്കെ ഉണ്ട്. എന്നാലും ഒരു 50 എണ്ണം ഏകദേശം ഉണ്ട്, 45 എണ്ണം ഉണ്ട്. അതിൽ അത്യാവശ്യം നല്ല തൈകളും തൈകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ആരോഗ്യപരമായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, അത്യാവശ്യം തൈയുടെ ഒരു ഗ്രോത്തൊക്കെ നോക്കി, അത്യാവശ്യം നല്ല ഒരു തട്ടൊക്കെ വിരിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം വലുതായി കഴിയുമ്പോൾ നമ്മളിത് ബഡ് ചെയ്യണം. ബഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നില്ല. ബഡ് തൈകൾ എന്ന് പറയുമ്പോൾ ഇത് ബഡ് ചെയ്തും കൂടെ വരുമ്പോഴാണ് ബഡ് തൈകളാകുന്നത്. ഇത് ജസ്റ്റ് കൂടത്തൈകൾ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കൂടയിൽ മുളച്ചുണ്ടാക്കി വരുന്ന തൈകൾ. ഇതിനിപ്പം ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മളിതിൻ്റെ കവർ മാറ്റി വെക്കണം. ഇതിപ്പം ഇതിനകത്ത് വേരൊക്കെ അത്യാവശ്യം പടർന്നു കഴിയുമ്പോൾ കവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത് അതിന് ശേഷമാണ് നമ്മൾ ബഡൊക്കെ ചെയ്യേണ്ടത്. കുറച്ച് നാൾ കഴിയണം, 1 വർഷത്തോളമൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ തണ്ടിനൊക്കെ അത്യാവശ്യം ഒരു കനമായതിനു ശേഷം നമ്മൾ ബഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ബഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബഡ് ചെയ്യാനുള്ള ഇതായിട്ടില്ല ഇതിന്. അപ്പം നമുക്ക് തന്നെ നാട്ടിൽ നമുക്ക് തന്നെ പ്ലാന്റ്സ് ഉണ്ട്. അതല്ലാതെ നമുക്ക് പ്ലാന്റ്സ് വേറെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് പരിചയത്തിലുണ്ടെങ്കിൽ നല്ല കായ്ക്കുന്ന ഫലമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അതായത് ഇപ്പം ചില സമയത്ത് കായ്ഫലം ലേറ്റായിട്ട് കായ്ക്കുന്ന ചില പ്ലാന്റ്സ് ഉണ്ടാകും നമ്മുടെ നാട്ടിൽ തന്നെ. റംബൂട്ടാൻ്റെ കേസ് ഞാൻ പറയുന്നത്, ലേറ്റ് ആയിട്ടുള്ള കായ്ക്കുന്ന പ്ലാന്റ്സ് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ കാണും. അതുപോലെ ആദ്യം കായ്ക്കുന്നത് കാണും. അപ്പം നമുക്ക് അതുപോലെ വലിപ്പം കൂടിയത് കാണും. പല രീതിയിലുണ്ടാകും. അപ്പോൾ അത് ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അതിൻ്റെ മദർ പ്ലാന്റ് സന്ദർശിച്ച് അവിടുന്ന് ഒരു ഇത് കിട്ടിയാൽ മതി, ഒരു ബഡ് കിട്ടിയാൽ മതി. അതുകൊണ്ട് ബഡ് ചെയ്ത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു 10-20 തൈ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. അതിൽ നിന്ന് നമുക്ക് തന്നെ ആവശ്യത്തിന് മദർ പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ടല്ലോ. അപ്പോൾ ആ മുളച്ച് വരുന്ന ട്രീ മദർ പ്ലാന്റായി മാറുകയാണ് പിന്നീട് ചെയ്യുന്നത്. അതിൽ നമുക്ക് ബഡ് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ആവശ്യാനുസരണം. അപ്പം നമുക്കിഷ്ടമുള്ള സാധനം, ഇത് ഇപ്പം റംബൂട്ടാനൊരു ഉദാഹരണത്തിന് കാണിച്ചതാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനം, ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ എല്ലാം ബഡ് തൈകൾ കൂടത്തൈകളാക്കിയെടുക്കാം, ബഡ് തൈകളാക്കിയെടുക്കാം. ഇതിനൊന്നും വലിയ സമയമോ പാടോ ഒന്നുമില്ല. നമുക്ക് കുറച്ച് സമയങ്ങൾ നമ്മൾ ചിലവഴിച്ചാൽ മതി. ഇതിപ്പോൾ വലിയ നഴ്സറികളിലൊക്കെ ഒത്തിരി ആളുകളെ വെച്ചും ഒത്തിരി പണിക്കാരെ വെച്ചും അതിൻ്റെതായ രീതിയിലും പ്രോപ്പറായിട്ടുള്ള ചിലപ്പോൾ അവർക്ക് ഓരോരോ രീതികൾ കാണും. ആ രീതിയിൽ അവർ കൂടുതൽ എണ്ണം ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യണം. നമുക്കൊക്കെ കുറച്ചൊക്കെ എണ്ണം, ഒരു 10-50 എണ്ണം ഉണ്ടാക്കാനോ അതായത് 10-100 എണ്ണം ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ല. അതിനൊക്കെ നമുക്ക് കുറച്ച് സമയവും നമ്മുടെ ഒരു മനസ്സും കൂടെ വേണം കേട്ടോ. ആ 2 കാര്യങ്ങളുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം വലിയ തോട്ടങ്ങളായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരു 500 റംബൂട്ടാനോ 1000 റംബൂട്ടാനൊക്കെ വെക്കുന്ന ആളുകൾക്ക് 1 വർഷം മുമ്പേ ഇത് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ ഇതുപോലെ കൂടത്തൈകൾ ഉണ്ടാക്കിയെടുത്ത് അത് ബഡ് ചെയ്തെടുത്ത് നടാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തേലും രൂപയാണ് നമ്മൾ അതിൽ നിന്ന് ലാഭിക്കുന്നത്. ഇപ്പോൾ ഒരു റംബൂട്ടാന്, ഒരു ആവറേജ് റംബൂട്ടാൻ 250-300 രൂപയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു അത്യാവശ്യം വളർന്ന റംബൂട്ടാന്. അപ്പം അതൊരു 100 എണ്ണം ആകുമ്പോൾ എത്ര രൂപയായി? 100 എണ്ണം ആകുമ്പോൾ 25,000 രൂപയായി.
അപ്പം നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ പകുതിയുടെ പകുതി പോലും ചിലവില്ലാതെ നമുക്ക് അത്രയും തൈകൾ ഉൽപ്പാദിച്ചെടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം ചില ആളുകൾക്ക് സമയവും ഇല്ല, സന്ദർഭവും ഇല്ലാത്തവർക്ക് അത് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെ ബഡ് തൈകളും കുടത്തൈകളും എല്ലാം ചെയ്യുന്നവർക്ക് ഇതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ ആളുകൾക്കും, ഒത്തിരി വെക്കുന്നവർക്കും ചെറുതായിട്ട് വെക്കുന്നവർക്കും ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ നമുക്ക് തന്നെ ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല എല്ലാവരും വരുന്നത്. നമുക്ക് തരുന്ന തൈകൾ ചിലപ്പോൾ ആരെങ്കിലും ബഡ്ഡിങ് പഠിച്ചൊരു തൈ ആയിരിക്കാം നമുക്ക് തരുന്നത്. അതുപോലെ നമുക്കും അങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ മദർ പ്ലാന്റ് ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ഏത് പ്ലാന്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇതൊക്കെ അത്യാവശ്യം പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കൂടത്തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ പ്ലാന്റ്സ് വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഇത്തരപ്രകാരം കൂടത്തൈകൾ ഉണ്ടാക്കി അവയെ വളർത്തി പരിചരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കൂടത്തൈകൾ, ഇഷ്ടമുള്ള പ്ലാന്റ്സിനെ പിന്നീട് ബഡ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ റംബൂട്ടാൻ ചെയ്ത് പ്ലാവ് ചെയ്യാം, മാവ് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. അപ്പം കൂടത്തൈകൾ അതിനനുസരിച്ച് ഈ കൂടത്തൈയിലൊക്കെ ഒരു മാവിൻ്റെ ചെയ്യുമ്പോൾ ഇച്ചിരി പരിമിതമാണ്. 5x6 ഇഞ്ചിൻ്റെ കൂടത്തൈ പോരാ. അതിന് 12-13 ഇഞ്ചിൻ്റെ കൂടകളുണ്ട്. ഐ മീൻ കൂടത്തൈയല്ല, കൂടകളുണ്ട്. ആ കൂട ചെയ്താലേ ചിലപ്പോൾ മാവിൻ്റെ ഒക്കെ കുറച്ചും കൂടെ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഈ റംബൂട്ടാൻ തന്നെ നമുക്ക് 12x13 ഇഞ്ചിൻ്റെ കൂടയിലും ചെയ്യാം. അന്നേരം ഇത്തിരി കൂടെ വലുപ്പം വെക്കും. നമുക്ക് കുറച്ച് നാളത്തേക്ക് ആ കൂടെ തന്നെ നിർത്താൻ പറ്റും കേട്ടോ. ഇപ്പോൾ ചെറിയ കൂടയിലാണെങ്കിൽ മുളച്ച് വരുമ്പോഴൊക്കെ ഉള്ള സമയത്ത് ഈ ചെറിയ കൂട വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വളർച്ച കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കൂടയിൽ വെച്ചിട്ട് പിന്നീട് വലിയ കൂടയിൽ മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നല്ല വളർച്ചയും നല്ല ഒരു ആരോഗ്യം തൈകൾക്ക് കിട്ടും. കാരണം ചെറിയ വെള്ളവും ഇതെല്ലാം ഇവിടെ കിടക്കും. ഇത് കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ ഈ കൂട മാറ്റണം. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, അപ്പം ഇപ്പം മാങ്ങ പോലത്തെ മാങ്ങാൻ്റെ അണ്ടിയൊക്കെ അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ കൂടയ്ക്കകത്ത് പോരാതെ വരും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ വലിപ്പമുള്ള 12-13 ഇഞ്ചിൻ്റെ കൂടകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും സുഗമമായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ചെറിയ ഗുരുവിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു കൂട വാങ്ങി ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാവും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പോരായ്മകളാണ്, എവിടെയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങി വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് തൈ വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചെറിയൊരു എഫേർട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം കൂടത്തൈകൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയും നേരം ശ്രമിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.